ഡ്രോൺ ആക്രമണവും സൈനിക അട്ടിമറിയും ഭയന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭൂഗർഭ ബങ്കറിൽ അഭയം പ്രാപിച്ചതായി റിപ്പോർട്ട്. ഉക്രൈനുമായുള്ള യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ വധഭീഷണിയെ തുടർന്നാണ് പുടിന്റെ പുതിയ നീക്കമെന്നാണ് അഭ്യൂഹങ്ങൾ. നിലവിൽ ഔദ്യോഗിക കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അദ്ദേഹം രഹസ്യ ബങ്കറിലിരുന്നാണ് യുദ്ധപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. 2025 ജൂണിൽ ഉക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന ഡ്രോൺ ആക്രമണം റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ക്രെംലിന്റെ സുരക്ഷയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് പുടിൻ ഇപ്പോൾ തന്റെ സ്ഥിരം വസതികളിൽ താമസിക്കാറില്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. റഷ്യ സാധാരണ നിലയിലാണെന്നും പ്രതിസന്ധികളൊന്നും രാജ്യത്തെ സ്വാധീനിക്കുന്നില്ലെന്നും അറിയിക്കാനായി പ്രസിഡന്റിന്റെ നേരത്തെ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ വഴി ഇപ്പോൾ പുറത്തുവിടുന്നത്. പുടിനുമായി അടുത്ത് പ്രവർത്തിക്കുന്നവർക്ക് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൊബൈൽ ഫോണുകളോ ഇന്റർനെറ്റോ ഉപയോഗിക്കാൻ ഇവർക്ക് അനുമതിയില്ല. കൂടാതെ ഇവരുടെ വീടുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. മോസ്കോയിൽ അടുത്തിടെയുണ്ടായ ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ പോലും ഡ്രോൺ ആക്രമണങ്ങളെ തടയാനുള്ള സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ റഷ്യൻ ജനതയ്ക്കിടയിൽ കടുത്ത അസംതൃപ്തിയാണ് ഉള്ളത്. അതിനിടെ റഷ്യയ്ക്ക് നേരെ യുക്രൈന്റെ വൻ ഡ്രോൺ ആക്രമണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തിയതിന്റെ 81ാം വാർഷികമായ വിക്ടറി ഡേ ആഘോഷത്തിന് റഷ്യ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ആക്രമണം. വ്യാഴാഴ്ച പുലർച്ചെ റഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായി 347 ഉക്രൈനിയൻ ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യുദ്ധം ആരംഭിച്ച് 4 വർഷത്തിനിടെ ഉക്രൈൻ നടത്തുന്ന രണ്ടാമത്തെ വലിയ വ്യോമാക്രമണമാണിത്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഉക്രൈൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം റഷ്യ തള്ളിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. മെയ് 8, 9 തീയതികളിൽ റഷ്യ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് മറുപടിയായി ചൊവ്വാഴ്ച മുതൽ ഉക്രൈനും സമാധാനം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ റഷ്യ ആക്രമണം തുടരുകയാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. റഷ്യയുടെ നടപടികൾക്ക് സമാനമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് ശക്തമായ ഡ്രോൺ ആക്രമണം നടന്നത്. മെയ് 9 നടക്കുന്ന വിക്ടറി ഡേ ആഘോഷങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. മൊബൈൽ, ഇന്റർനെറ്റ്, SMS സേവനങ്ങൾ എന്നിവ മെയ് 9 പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സർക്കാർ അംഗീകരിച്ച വൈറ്റ് ലിസ്റ്റ് വെബ്സൈറ്റുകൾക്കും ഈ വിലക്ക് ബാധകമാണ്. ആദ്യമായി വിക്ടറി ഡേ പരേഡിൽ നിന്ന് ടാങ്കുകളും മറ്റ് യുദ്ധോപകരണങ്ങളും റഷ്യ ഒഴിവാക്കി. ഉക്രൈന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് ഈ നീക്കം. പരേഡ് സുഗമമായി നടത്തുന്നതിനായി മെയ് 7, 8 തീയതികളിലും ആശയവിനിമയ സംവിധാനങ്ങളിൽ ഭാഗിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉക്രൈനിലെ ഖാർക്കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 9 പേർക്ക് പരിക്കേറ്റു. റഷ്യ വിക്ഷേപിച്ച 102 ഡ്രോണുകളിൽ 92 എണ്ണവും തങ്ങളുടെ പ്രതിരോധ സേന വെടിവെച്ചിട്ടതായി ഉക്രൈൻ അവകാശപ്പെട്ടു. എങ്കിലും പവർ ഗ്രിഡുകൾക്കും റെയിൽവേയ്ക്കും നേരെ റഷ്യ ആക്രമണം തുടരുകയാണെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി. പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നത്. ഭീകര പ്രവർത്തനങ്ങളെ നേരിടാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ അത്യാവശ്യമാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചു. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് കൂടുതൽ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം സമാധാനത്തിനാണ് മുൻഗണന നൽകുന്നത്. എങ്കിലും റഷ്യയുടെ പ്രകോപനം അനുവദിക്കില്ലെന്ന് അവർ വ്യക്തമാക്കി. അതിനിടെ ഉക്രൈനും റഷ്യയും വെവ്വേറെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനിടെ റഷ്യ നടത്തിയ പുതിയ ആക്രമണങ്ങളിൽ 20-ലധികം പേർ കൊല്ലപ്പെട്ടു. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇരുഭാഗത്തു നിന്നും സജീവമാകുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ജനവാസ മേഖലകളെ ലക്ഷ്യം വെച്ചായിരുന്നു റഷ്യൻ മിസൈലുകൾ പതിച്ചത്. ഉക്രൈനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണ്. റഷ്യയുടെ നടപടിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കനത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. സമാധാന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ നിഷ്കളങ്കരായ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ലോകരാജ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. സമാധാന ശ്രമങ്ങളെ ഈ ആക്രമണം പിന്നോട്ടടിക്കുമെന്ന് ഉക്രൈൻ ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട്. ഇതിനിടയിലാണ് ഉക്രൈന്റെ ആക്രമണം ഭയന്ന് പുടിൻ ബങ്കറിൽ ഒളിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.